ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ 72ാം പിറന്നാൾ ആഘോഷങ്ങൾ സെപ്റ്റംബർ മാസം 27-ന് അമൃതപുരിയിൽ ചേരുകയാണ്. ഈ ആഘോഷങ്ങൾക്ക് എല്ലാവിധമായ ആശംസകളും നേരുന്നു. നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എത്രയോ പതിറ്റാണ്ടുകളായി കേരളത്തിലും കേരളത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തും മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ മുൻകൈയിൽ നടക്കുന്നുണ്ട്. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളുമായെല്ലാം ബന്ധപ്പെട്ട് സമാനതകളില്ലാത്ത പ്രവർത്തനമാണ് മഠത്തിൻ്റെ മുൻകൈയിൽ നടക്കുന്നത് എന്നത് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം തന്നെയാണ്. ഈ 72ാം ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി പുതിയ ജീവകാരുണ്യ പദ്ധതികൾക്ക്, സാമൂഹ്യക്ഷേമ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നു എന്നും മനസ്സിലാക്കുന്നുണ്ട്. ഈ നാട്ടിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുടെ ആഴങ്ങളിലേക്ക് എടുത്തെറിയപ്പെടുന്നവർക്ക് ഞങ്ങളുടെ ഒരു സഹായഹസ്തമുണ്ട്, ഞങ്ങളുടെ കരുതലും കൈത്താങ്ങുമുണ്ട് എന്ന് ഒരു മഠം പറയുമ്പോൾ അത് ഏറ്റവും വലിയ ആശ്വാസകരമായി തന്നെ മാറുകയാണ്. അനേകായിരങ്ങൾക്ക് ആശ്വാസത്തിൻ്റെ തെളിനീരെത്തിച്ചു കൊടുത്തിട്ടുള്ള, പതിനായിരക്കണക്കായ മനുഷ്യർക്ക് ഭവന പദ്ധതികൾ ഉൾപ്പെടെ നടപ്പിലാക്കിയിട്ടുള്ള മഠത്തിൻ്റെ നേതൃത്വത്തിൽ അമ്മയുടെ ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോൾ വീണ്ടും അനേകായിരങ്ങളിലേക്ക് ആ സഹായം എത്തിച്ചേരുക തന്നെയാണ്. ജന്മദിനാഘോഷം എന്നാൽ സഹായത്തിൻ്റെ ഒരു കടലിനെ തന്നെ കാട്ടിക്കൊടുക്കലാണ്, കടലിനെ തന്നെ എടുത്ത് സ്ഥാപിക്കലാണ്, അല്ലെങ്കിൽ കടലിനെ ഒരു ജനമുമ്പ് അവതരിപ്പിക്കലാണ് എന്നുള്ളത് അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ്. ജന്മദിനത്തിൻ്റെ ആഘോഷങ്ങൾക്ക് എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നതോടൊപ്പം തന്നെ ഇത്തരം ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങൾ വീണ്ടും വീണ്ടും നടത്താൻ മഠത്തിനാവട്ടെ, മഠത്തിന് കഴിയട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം ഉള്ളവരാണ് സഹായം അനിവാര്യമായി ഉള്ളവർ. ആ സഹായം അനിവാര്യമായി ഉള്ളവർക്ക് അവരിലേക്ക് സഹായം എത്തിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ജനക്ഷേമകരമായ പ്രവർത്തനം തന്നെയാണ്. ആ വാക്കുകൾ കൊണ്ട് മാത്രം അതിനെ അടയാളപ്പെടുത്താൻ കഴിയുകയില്ല എന്നെനിക്കറിയാം. ബുദ്ധിമുട്ടുകളുടെ ആഴങ്ങളിൽ ഉള്ളവർക്ക് സഹായം എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തേക്കാണ്. അനേക ലക്ഷങ്ങൾക്ക് ഈ സന്തോഷത്തിൻ്റെ ഇടങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് അമ്മയുടെ അല്ലെങ്കിൽ മഠത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളിലെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരിക്കൽ കൂടി ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് എല്ലാവിധമായ പിറന്നാൾ ആശംസകളും നേരുന്നു. ഈ മഹാസംഗമത്തിന്, ഈ മഹാസംരംഭത്തിന് എല്ലാ വിജയങ്ങളും ഞാനും ആശംസിക്കുന്നു.